ഉറക്കെ പറ ഹല്ലേലൂയ. ദൈവം രക്ഷിക്കുന്ന ദൈവമാണ്. ഇന്ന് അനേകം കുടുംബങ്ങൾക്ക് ഈ ബോധ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പ്രത്യാശ, ശരണം എന്ന സുഹൃതം ജീവിതത്തിൽ നിന്ന് പോവുകയാണ്. ഒരു കടബാധ്യത വന്നു, ഒരു ദുഃഖം വന്നു, ജീവിതപങ്കാളി മദ്യപാനിയായി, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നില്ല. പ്രാർത്ഥന ഇല്ലാതാകുക കുടുംബത്തിൽ. കാരണം എന്താ? തങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ഉറച്ച ബോധ്യം ഹൃദയങ്ങളിൽ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഹൃദയങ്ങളിൽ അത് വളർത്തിയെടുത്തില്ല എന്നുള്ളതാണ് കാരണം. വേറെ ചില ആളുകളുണ്ട്, ഒരു പ്രശ്നമെന്ന് ഉടനെ മന്ത്രവാദിയുടെ അടുത്തേക്ക് പോവുക, കുട്ടിച്ചാത്തൻ സേവാ മഠത്തിലേക്ക് പോവുക, ജ്യോത്സ്യന്മാരുടെ അടുത്തേക്ക് പോവുക. അങ്ങനെ ഏക സത്യ ദൈവത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസി, നീ ചെറിയൊരു നൊമ്പരം വരുമ്പോൾ, ചെറിയൊരു പ്രശ്നം വരുമ്പോൾ, നീ ഇടം വലം പടക്കളത്തിലേക്ക് പായുന്ന കുതിരയെപ്പോലെ ഇടം വലം നോട്ടമില്ലാതെ ഓടുന്ന സ്വഭാവക്കാരനാണോ? നീ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിൻ്റെ ജീവിക്കുന്ന ദൈവമായ കർത്താവിലുള്ള വിശ്വാസം നീ പരിചരിച്ച് വളർത്തിയെടുത്തിട്ടില്ല. നിൻ്റെ മകൻ മകൾ തെറ്റിപ്പോകുമ്പോൾ, ജീവിത പങ്കാളി പലതരത്തിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു കാര്യത്തിൽ ഉയർച്ചയില്ലാതെ വരുമ്പോൾ, കുടുംബത്തിൽ എന്നും തകർച്ച വരുമ്പോൾ, മാറി മാറി രോഗങ്ങൾ വരുമ്പോൾ, ദൈവത്തിൽ വിശ്വസിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയിലുള്ള ഒരു സുഹൃതം തെളിഞ്ഞു വരണം. ആ സുഹൃതത്തിൻ്റെ പേരാണ് ശരണം. ദൈവികമായ ശരണം, ദൈവത്തിലുള്ള ശരണം. എൻ്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ ദൈവം എൻ്റെ കാര്യത്തിൽ ഇടപെടും. എൻ്റെ ദൈവത്തിന് എൻ്റെ സകല കാര്യങ്ങളെയും വ്യത്യാസപ്പെടുത്താൻ കഴിയും. അങ്ങനെ ഓരോരുത്തരും അവരുടെ പ്രായത്തിനനുസരിച്ച തോതിൽ ഹൃദയത്തിൽ ബോധ്യപ്പെടണം. ഇത് ജീവിക്കുന്ന ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നല്ല ഉറക്കെ പറ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ദൈവത്തെക്കുറിച്ച് വേണ്ട ബോധ്യമാണ്, എൻ്റെ ദൈവം എന്നെ രക്ഷിക്കുന്ന ദൈവമാണ്. എൻ്റെ ഏത് പ്രശ്നത്തിൽ നിന്നും എൻ്റെ ദൈവത്തിന് എന്നെ രക്ഷിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു വിശ്വാസമാണ് ജീവിതത്തിൻ്റെ പ്രതികൂല സമയത്ത് നമ്മുടെ ജീവിതത്തിന് അന്ധകാരത്തിൽ തെളിയുന്ന വിളക്ക് എന്ന് പറയുന്നത് ഈ ഒരു വിശ്വാസമാണ്. എൻ്റെ ദൈവത്തിന് ഈ കാര്യത്തിൽ എന്നെ രക്ഷിക്കാൻ കഴിയും. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് നടന്നില്ലെങ്കിൽ ശരി, എൻ്റെ ദൈവത്തിന് വ്യത്യാസം വരുത്താൻ കഴിയും. 6ാം ക്ലാസ്സിൽ തൊട്ട് തുടങ്ങിയ മദ്യപാനാണ്, 44 വയസ്സായി, മാറിയില്ല. പക്ഷേ വിശ്വാസമുള്ളൊരു ദൈവ പൈതൽ ഒരു തിരി അവിടെ ഉണ്ടായിരുന്നു. ആ ഭാര്യ പോയി കർത്താവിനോട് അങ്ങോട്ട് പ്രാർത്ഥിച്ചു, ഹൃദയം ഉരുകി അങ്ങോട്ട് പ്രാർത്ഥിച്ചു. പല ചേച്ചിമാരെ വന്നു എല്ലാം വന്ന് പൊങ്ങി അങ്ങ് പോയി. എന്നാൽ ഇത് കണ്ണുനീരോടെ വന്ന ചേച്ചിയാണ്. അപ്പോൾ ചില കൺവെൻഷനും ചില ശുശ്രൂഷകൾക്ക് അന്ന് എങ്ങനെ വന്ന് പൊങ്ങി ഒരു അനുഭവം ഉണ്ടായില്ല. കാരണം എന്താ? അവരുടെ ഹൃദയത്തിൽ വെറുതെ ഒരു കാഴ്ചക്കാരനെ പോലെ വരുന്നു, കാഴ്ചക്കാരനെ പോലെ പോകുന്നു. എന്നാൽ ഈ ചേച്ചി വന്നത് അങ്ങനെയല്ല, വിശ്വാസത്തിൻ്റെ പുത്രിയാണ്. ആ കുടുംബത്തിൽ പ്രശ്നമുണ്ട്, മനസ്സിന് വേദനയുണ്ട്. ആ വേദന അർപ്പിക്കേണ്ട സ്ഥലം എവിടെയാണെന്ന് ചേച്ചിക്ക് അറിയാം. ജീവിക്കുന്ന ദൈവത്തിന് മുമ്പാകെ യേശുവിൻ്റെ നാമത്തിൽ സമർപ്പിക്കണമെന്ന് പരിജ്ഞാനമുള്ള ചേച്ചി. ആ ചേച്ചി ഇങ്ങനെ കൺവെൻഷൻ കൂടി ആളുകൾ ഓരോന്ന് പറയുമ്പോൾ, വചനം കേട്ട് ആളുകൾ ഓരോന്ന് പറയുമ്പോൾ, ആ ചേച്ചിയുടെ കുടുംബത്തിലെ ദുഃഖം പറഞ്ഞു. എൻ്റെ ഭർത്താവിന് 44 വയസ്സായി, ഇതുവരെ മദ്യപാനം മാറിയില്ല, രക്ഷിക്കണേ കർത്താവേ. അങ്ങനെ രക്ഷിച്ചാൽ ഞാൻ വന്ന് സാക്ഷ്യപ്പെടുത്താം. ദൈവത്തോടൊരു സംസാരമാണത്, ദൈവത്തോടൊരു പ്രാർത്ഥനയാണത്. അത് അങ്ങനെ പ്രാർത്ഥിക്കാൻ ആ വ്യക്തിയെ ശക്തിപ്പെടുത്തിയത് എന്താ? ഈ ദൈവത്തിലുള്ള വിശ്വാസമാണ് ആ വ്യക്തിയെ അതിന് ശക്തി കൊടുത്തത്. അല്ലെങ്കിൽ കുട്ടി അടിക്കടി ഇങ്ങനെ താറുമാറായി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നൊരു കുട്ടി, അവൻ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 +2 ആയി, അവൻ തവിട് പൊടിയായിക്കൊണ്ടിരിക്കുക, സ്വഭാവം പോയി ചീത്ത കൂട്ടുകെട്ട് അങ്ങനെ വിലസി നടക്കണ ആ ഒരു വഷളം കുട്ടി. ആ വഷളം കുട്ടിയുടെ അമ്മ എന്ത് ചെയ്തു? അവൾ നിരാശപ്പെട്ടില്ല. ആ കുട്ടിയോട് പറഞ്ഞു, നീ വിഷമിക്കരുത്, വാ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പറയണമെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഉറപ്പ് നമുക്ക്, എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ എൻ്റെ ദൈവം ഈ കാര്യത്തിൽ ഇടപെടും, എൻ്റെ ദൈവത്തിന് വ്യത്യാസം വരുത്താൻ കഴിയും. ഒരുപക്ഷെ ഞാൻ ഇത്രയും കാലം പ്രാർത്ഥന നടന്നില്ലെങ്കിൽ പോലും എൻ്റെ ദൈവം ഇടപെടുന്നൊരു സമയമുണ്ട്. ഞാൻ കാറ്റ് നോക്കിയിരിക്കാൻ പാടില്ല, ഞാൻ എൻ്റെ കർത്താവിൻ്റെ അരികിലേക്ക് പോകണം എന്ന് പറഞ്ഞ് കുട്ടിയുമായിട്ട് അമ്മ വന്നു. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കരുത്, ഞാൻ കഴിഞ്ഞ വർഷം പ്രാർത്ഥിച്ചതല്ലേ, പള്ളി പോയി പ്രാർത്ഥിച്ചതല്ലേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യെശയ്യാ 55-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറഞ്ഞെങ്ങനെയാണ്? ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ ചിന്തകൾ എൻ്റെ വഴികൾ നിങ്ങളുടേക്കാൾ ഉന്നതമത്രേ. ദൈവത്തിന് സ്വന്തം വഴികളുണ്ട്, ദൈവത്തിന് സ്വന്തം സമയമുണ്ട്. അതുകൊണ്ട് ഒരു തവണ പ്രാർത്ഥിച്ചു, 5 തവണ പ്രാർത്ഥിച്ചു, നടന്നില്ലെന്ന് വിചാരിച്ച് നമ്മൾ പ്രാർത്ഥനയിൽ നിന്ന് പോകാതിരിക്കണമെങ്കിൽ ശരണം അല്ലെങ്കിൽ വിശ്വാസം എന്നൊരു കൃപ നമ്മുടെ ഉള്ളിൽ നമ്മൾ വളർത്തിയെടുക്കണം. അതൊരു ഉറപ്പാണ്.
ദൈവത്തിലൊരു ഉറപ്പാണ് ഈ ശരണമെന്ന് പറയുന്നത്. അത് നമ്മൾ വളർത്തിയെടുക്കണം. ഈ അമ്മ അത് വളർത്തിയെടുത്തിരുന്നു. അതുകൊണ്ട് ഈ അമ്മ പറഞ്ഞു, ഞാൻ ഇത്രയും കാലം പ്രാർത്ഥിച്ച് നടന്നില്ലെങ്കിൽ ശരി, ഞാൻ ഇപ്പോൾ എൻ്റെ ദൈവം ഇടപെടും, ഞാൻ പ്രാർത്ഥിക്കും. കുട്ടിയെ കൊണ്ടുവന്നിരിക്കുകയാണ്. സഭാപ്രസംഗൻ്റെ പുസ്തകം 11-ാം അധ്യായം 4-ാം വാക്യം വചനം പഠിപ്പിക്കുകയാണ്, കാറ്റ് നോക്കിയിരിക്കുന്നവൻ വിതയ്ക്കുകയോ മേഘങ്ങളെ നോക്കിയിരിക്കുന്നവൻ കൊയ്യുകയോ ഇല്ല എന്ന് പറഞ്ഞാൽ അത് നോക്കി ഇത് നോക്കി അതും ചിന്തിച്ച് ഇരിക്കരുത്. രക്ഷയുടെ സമയമുണ്ട്, ഇടപെടുന്ന സമയമുണ്ട്, ദൈവം വിളിക്കുന്ന സമയമുണ്ട്. ആ സമയം തിരിച്ചറിഞ്ഞ് നാം കർത്താവിൻ്റെ അരികിലേക്ക് പോകണം. ഉറക്കെ പറഞ്ഞ് ഹല്ലേ ലുയ്യ, ഹല്ലേ ലുയ്യ. റൈറ്റ്. ഇതുപോലെ എല്ലാ ഭാഗത്തുള്ളവർ പറയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ഇങ്ങനെ മനസ്സിൻ്റെ ഒരു ഉറപ്പുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എന്ത് കാര്യം വന്നാലും ദൈവത്തിൽ ശരണം വെക്കാൻ പറ്റും. അങ്ങനെ ദൈവത്തിൽ ശരണം വെക്കുകയാണെങ്കിൽ ദൈവം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു അനുഭവമായി മാറും. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം വരുമ്പോൾ എങ്ങനെയാണ് ആ വ്യക്തിക്ക് അനുഭവം കിട്ടുന്നത് എന്നാണ് അടുത്ത വാക്യം. 35-ാം അധ്യായത്തിൽ 5 തൊട്ട് 7 വരെയുള്ള തിരുലിഖിതങ്ങൾ. യേശയ്യ 35-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള തിരുലിഖിതങ്ങൾ. ഇങ്ങനെ നമുക്ക് മനസ്സിൽ ഉറപ്പും ദൈവത്തിൽ ശരണമുണ്ടെങ്കിൽ നാം ദൈവത്തോട് കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ ദൈവത്തിന് എൻ്റെ മേൽ ദയ തോന്നുവോളം ഞാൻ എൻ്റെ കർത്താവിനെ തന്നെ നോക്കിയിരിക്കും എന്ന് പറഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് ദൈവത്തെ നോക്കിയിരുന്നാൽ ആ ദൈവം ജീവിതത്തിലേക്ക് ഇടപെടും. അട്ടപ്പാടിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ യാഥാർത്ഥ്യമാണത്. ഒരുപാട് പേര് അട്ടപ്പാടിയിൽ പലതരത്തിലുള്ള വേദനകൾ പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഈ ജനങ്ങളുടെ കണ്ണുനീരിൽ നിന്ന് വിടുതലിന് വേണ്ടി എന്താണ് ഒരു വഴിയെന്ന് കർത്താവിനോട് ചോദിച്ചപ്പോൾ എനിക്ക് കർത്താവ് വെളിപ്പെടുത്തുന്ന വചനഭാഗമാണ് യേശയ്യയുടെ പുസ്തകം 35-ാം അധ്യായത്തിലെ ഈ വചനഭാഗങ്ങൾ. ദൈവം സന്ദർശിക്കുന്ന സമയമുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോണത് വായിച്ചു നോക്കാം. അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും, ബധിരരുടെ ചെവി ഇനിമേൽ അടഞ്ഞിരിക്കുകയില്ല. അപ്പോൾ മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും, മൂകന്റെ നാവ് സന്തോഷത്തിന്റെ ഗാനം ഉതിർക്കും. വരണ്ട ഭൂമിയിൽ ഉറവകൾ പൊട്ടിപ്പുറപ്പെടും, മരുഭൂമിയിലൂടെ നദികൾ ഒഴുകും. ചുട്ടുതപിച്ച മണലാരണ്യം ജലാശയമായി മാറും, ദാഹിച്ചിരുന്ന ഭൂമി അരുവികളായി മാറും. ജീവിതത്തിൽ വളരെ വലിയ വിടുതൽ കൊണ്ടുവരുന്ന ഒരു അനുഭവമാണ് ഇവിടെ ദൈവവചനം പ്രഖ്യാപിക്കുന്നത്. ചുട്ടുതപിച്ച മണലാരണ്യം പോലെയുള്ള ജീവിതങ്ങളുണ്ട്. ആ ജീവിതങ്ങളെ അത് ജലാശയമാക്കി മാറ്റുന്ന ശക്തിയാണ് ദൈവവചനത്തിൻ്റെ ശക്തി, വിശ്വാസത്തിൻ്റെ ശക്തി. ആർക്കും രക്ഷിക്കാൻ പറ്റില്ലാത്ത വിധം തകർന്നു പോയ ജീവിതങ്ങളുണ്ടായിരിക്കാം. ആ ജീവിതങ്ങളെ രക്ഷിക്കാൻ ദൈവത്തിന് പറ്റും. മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും, മൂകന്റെ നാവ് സന്തോഷത്തിൻ്റെ ഗാനം ഉതിർക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, വരണ്ട ഭൂമിയിലൂടെ ഉറവകൾ പൊട്ടിപ്പുറപ്പെടും. വലിയ വിടുതൽ ജീവിതങ്ങളിലേക്ക് കർത്താവ് നൽകും. അച്ഛനെ ഈ അടുത്ത നാൾ നോക്കിയപ്പോൾ ഒരു വ്യക്തി കൈകൾ വിരിച്ചു പിടിച്ച് കരിങ്കല്ല് വിരിച്ചിരിക്കുന്ന കൽപ്പാതയുടെ മുകളിൽ കുരിശൻ്റെ വഴി നടത്തി ലോകം മുഴുവനും വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുക. ഞാൻ ചോദിച്ചു, സഹോദര എനിക്ക് പരിചയമുണ്ടല്ലോ. അപ്പോൾ ആ ചേട്ടൻ ചോദിച്ചു, എന്നെ മറന്നു പോയാച്ചാ? ഞാൻ പറഞ്ഞു, ഞാൻ സൂക്ഷിച്ച് നോക്കി, ഞാൻ ഞെട്ടിപ്പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഞ്ചാവും മയക്കുമരുന്നും മദ്യപാനം എല്ലാം കൂടെ കുഴച്ച് വാരി അടിച്ചുകൊണ്ട് നടന്നിരുന്നൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഹാൻസ് പാൻപരാഗ്. 16 വർഷമായി കോതമംഗലത്ത് നിന്ന് വന്ന ആ സഹോദരൻ്റെ അനുഭവം, അദ്ദേഹം ജോണി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ്, കുറച്ച് നാളുകൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ അനുഭവം അദ്ദേഹം പറഞ്ഞത് എൻ്റെ കയ്യിൽ ഓർമ്മയുണ്ട്. അദ്ദേഹം പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ജോണി. ഞാൻ കോതമംഗലം രൂപതയിലെ കലേന്താനി ഇടവകയിൽ ആലക്കോട് നിന്നും വരുന്നു. കഴിഞ്ഞ നവംബർ മാസത്തിലെ ഇവിടുത്തെ ആദിവെള്ളിയാഴ്ച ധ്യാനത്തിന് എൻ്റെ ഭാര്യ ഇവിടെ പങ്കെടുക്കുകയും അവൾ വന്നതിന് ശേഷം ഡിസംബറിൽ എന്നോട് പോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഞാനപ്പോൾ ഇത് പോരാൻ തയ്യാറായില്ല. കാരണം ഞാൻ 16 വർഷമായിട്ട് മദ്യവും ഹാൻസും പാൻപരാവും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്. എനിക്ക് പെയിൻറ്റിങ്ങാണ് പണി. അപ്പോൾ ഞാൻ പോരാൻ തയ്യാറായില്ല. ലാസ്റ്റ് അങ്ങനെ പറഞ്ഞ് പോരുന്നതിൻ്റെ അന്ന് വൈകുന്നേരം ഒരു 7 മണിയായപ്പോൾ ഞാൻ സമ്മതിക്കുകയാണ് പോരാമെന്ന്. അപ്പോൾ ഒരു വ്യവസ്ഥ വെച്ചു, ഹാൻസ് ഞാൻ കൊണ്ടുപോകും. ഹാൻസ് എടുത്തപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ ഹാൻസ് എടുത്തപ്പോൾ എൻ്റെ ഭാര്യ കയറി കൈ കയറി പിടിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് ഞാൻ പോകുന്നില്ല, നീ തന്നെ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവൾ സമ്മതിച്ച് ഞാൻ ഹാൻസുമായിട്ട് പോകുന്നു. അവിടെ മുതൽ ഞാൻ ഹാൻസ് വെച്ച് പോന്നു. ഇവിടെ വന്ന് രാവിലെ ഹാൻസ് വെച്ചു. അതിനുശേഷം ധ്യാനഹാളി വന്നപ്പോൾ ഞാൻ ഹാൻസ് എടുത്ത് മടി വെച്ചിട്ട് ധ്യാനം കൂടിക്കൊണ്ടിരുന്നു. ആ വിടുതൽ ശിക്ഷ സമയത്ത് അച്ഛനെ വന്ന് വിളിച്ച് പറഞ്ഞാൽ കേൾക്കായിരുന്നു ഇത് വിട്ടു പോകുന്ന കാര്യമൊക്കെ. പക്ഷേ ഇത് എന്നെയാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. എനിക്ക് ഭയങ്കര പനിയാണ് പിടിച്ചോളൂ. എനിക്ക് പനി പിടിച്ച് പനി പിടിച്ചത് എനിക്ക് വിറയ്ക്കും, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ കസേര പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഇതെന്നാ സംഭവം എന്ന് എനിക്കും മനസ്സിലാവുന്നില്ല. ലാസ്റ്റ് അങ്ങനെ നിന്ന് കുറേ നേരം കഴിഞ്ഞപ്പോൾ പിന്നെ വീണ്ടും നിന്നു. 3:30 ആയപ്പോൾ ഇറങ്ങിപ്പോയി വണ്ടിയിൽ ചെന്ന് കയറി കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, നമ്മുടെ സാധനം കയ്യിരിപ്പുണ്ടല്ലോ. അതെടുത്ത് വേഗം കൈക്കകത്ത് കുടഞ്ഞിട്ടു. കൈ കുടഞ്ഞിട്ട് ഇങ്ങനെ കയ്യിലേക്ക് കുടഞ്ഞിട്ടതിന് ശേഷം ഞാൻ
ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് നനക്കാൻ കഴിയുന്നില്ല കയ്യ്, ഈ കൈ ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ആൾക്കാരെല്ലാം ഇങ്ങനെ ശ്രദ്ധിക്കുന്നു തന്നെ, ഞാനിങ്ങനെ നിൽക്കുന്നു. അതിന് പുറകെ ഇവിടെ മുതൽ എൻ്റെ കൈ ഇങ്ങനെ കത്തി ഇങ്ങനെ കരിഞ്ഞ് പുകഞ്ഞ് നീറുവാണ്. അപ്പോൾ ആരും മുളകരച്ച് വെച്ചും പോലെ കൈ രണ്ടും ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് അടുത്തേക്ക് ആൾ മിണ്ടാനും മേല. ഞാനിങ്ങനെ ഒരു 5 മിനിറ്റ് വരെ അങ്ങനെ ഇരുന്നു. ഇങ്ങനെ ഇരുന്നതിന് ശേഷം അടുത്തിരുന്ന ആളോട് പറഞ്ഞു, ഞാൻ ഗ്ലാസും തള്ളി വെക്കാൻ പറഞ്ഞു. അയാൾ ഗ്ലാസ് തള്ളി വെച്ചപ്പോൾ ഞാൻ ഈ 2 സാധനം ഈ താവളത്ത് തന്നെ ഈ സാധനം കളഞ്ഞപ്പോൾ എൻ്റെ പനിയും വിട്ടു, എൻ്റെ ഈ ചൂടും പോയി, എല്ലാം പോയി. എൻ്റെ ദൈവമേ! അതിനുശേഷം 8-ാം തീയതി ഞങ്ങളുടെ പള്ളിയിലെ പെരുന്നാളായിരുന്നു. അപ്പം ഈ ഫാൻസ് വിട്ടുപോയി, എന്നാൽ മദ്യം പോയിട്ടില്ലല്ലോ, എന്നാൽ ശാലം മദ്യം കഴിച്ചേക്കാം എന്നിങ്ങനെ കണക്കാക്കി 8-ാം തീയതി മദ്യം കഴിക്കാൻ വേണ്ടി എൻ്റെ ചേട്ടനും വന്നു സാധനമായിട്ട്. അപ്പോൾ കഴിച്ചേക്കാമെന്ന് പറഞ്ഞ് വൈകുന്നേരം കയറി ചെന്ന് ഒരു കുപ്പി എടുത്ത് പൊട്ടിച്ചു, ഗ്ലാസ്സിൽ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ വന്നു. ഞാൻ ഇറങ്ങി ഓടി മിറ്റത്ത് വന്നപ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നില്ല. ഞാൻ വീണ്ടും തിണ്ണയുന്ന പെരക്കകത്ത് കാല് വെക്കും, എനിക്ക് ഛർദ്ദിക്കാൻ വരും, അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ആയപ്പോഴത്തേക്ക് എനിക്ക് തോന്നി എന്താ പ്രശ്നമായി. ഉടനെ ഞാൻ പറഞ്ഞു, നിങ്ങൾ കഴിച്ചു, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് അകത്ത് കയറാം, അവരുടെ അടുത്ത് പോകാം. അതിനുശേഷം ഈസ്റ്റർ വന്നു, ഇതെല്ലാം കടന്നുപോയി. ഈസ്റ്റർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു അളിയൻ്റെ വീട്ടിൽ ചെന്നു. അളിയൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ നല്ല മദ്യസൽക്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനങ്ങനെ അവിടെ ചെന്ന് കയറി, അകത്തേക്ക് കയറി ഈ മണം വന്ന് എനിക്കവിടെ നിൽക്കാൻ കഴിയില്ല. ഞാൻ പുറത്തേക്ക് ചാടി. അപ്പോൾ ഇവർ ചെന്ന് ഭക്ഷണം കഴിക്കുന്നു പറഞ്ഞു. എന്നെ ആരോ തള്ളി എടുത്ത് പിന്നെ പുറത്തുകൊണ്ട് വെക്കുക. ഞാൻ ലാസ്റ്റ് ഇവരോടൊന്നും യാത്ര പോലും പറയാതെ ഞാൻ ആ വീട്ടിൽ നിന്ന് കയറിപ്പോന്നു, വിട്ടുപോകുന്നു. പിന്നെ വിട്ടു മേടിച്ചു, ആരാന്ന് എനിക്കറിയില്ല. പ്രിയപ്പെട്ട സഹോദരൻ, നമുക്ക് 16 വർഷമായിട്ട് എത്ര ഉപദേശം കൊടുത്താലും സ്വീകരിക്കാൻ പറ്റുമായിരുന്നില്ല. ആര് പറഞ്ഞാലും കേൾക്കുന്ന ഒരു പ്രത്യേക ഒരു പോകൻ, നമ്മുടെ സൈലൻറ്റ് വാലി കാട്ടുപോത്ത് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക തരത്തിലുള്ള സ്വഭാവമുള്ള ഒരാൾ പറഞ്ഞ വകവെക്കാത്തൊരു രീതിയാണത്. അതേമാതിരിയായിരുന്നു പ്രകൃതം. ഒരാൾ പറഞ്ഞ കൂസാത്ത പ്രകൃതമായിരുന്നു. പിന്നെ 16 വർഷം ഇതിന് അടിമത്തം. എന്നാൽ ഒരു നാൾ വചനം കേട്ട് യേശുവേ എന്ന് വിളിച്ച് ആ സമയത്ത് ജീവിതത്തിൽ നിന്ന് കർത്താവ് മാറ്റി ജീവിതത്തിൽ ചുട്ടു തപിച്ച മണലാരണ്യം ലോകമോഹങ്ങളുടെ ബന്ധനത്തിൽപ്പെട്ട് തവിട് പൊടിയായി ജീവിതത്തെ ദൈവം പുതുക്കി പണത്. മദ്യപാനമില്ല, വലിയില്ല, ചീട്ടുകളിയില്ല, അതുപോലെ ചൂതാട്ടം പോലുള്ള സംഗതികളില്ല, ലോട്ടറി എടുക്കലില്ല, ഈ ഹാൻസ് പോയി, കഞ്ചാവിൻ്റെ പോയി, എല്ലാ ലഹരി വസ്തുക്കളുടെ ആധിപത്യങ്ങൾ ശരീരത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞ് വിശ്വാസം അങ്ങോട്ട് വളർന്ന് അദ്ദേഹം ദേവാലയത്തിൽ പോകാൻ തുടങ്ങി, കുമ്പസാരിക്കാൻ തുടങ്ങി, കുർബാനകളിൽ പങ്കെടുക്കാൻ തുടങ്ങി. മാത്രമല്ല അദ്ദേഹം മാസത്തിൽ ഒരു 10-15 ദിവസമൊക്കെ ജോലി ചെയ്താൽ ഒരാഴ്ചയെങ്കിലും ലോകം മുഴുവനും വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ കരിങ്കല്ല് വിധിച്ച ആ പാതയിലൂടെ കുരിശിൻ്റെ വഴി ചെയ്ത് കരഞ്ഞ് ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതം വ്യത്യാസം വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിക്കുന്ന ദൈവമായ കർത്താവിന് മുമ്പിൽ നാം വചനം കേൾക്കുന്നതും അവിടുത്തെ വിളിക്കുന്ന നിസ്സാര കാര്യമല്ല. രക്ഷിക്കുന്ന ദൈവത്തിന് നമ്മുടെ ജീവിതം ഏതുവരെ കൈവിട്ട് പോയൊരു ജീവിതമാണെങ്കിൽ പോലും, ഒരു എത്രമാത്രം ദൂരത്തേക്ക് പോയ ജീവിതമാണെങ്കിൽ പോലും അത് തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും 5 കല്ലുകൊണ്ട് പുതുക്കി പണിയാൻ നമ്മുടെ ദൈവമായ കർത്താവിന് കഴിയും. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലേവ്യരുടെ പുസ്തകത്തിൽ 26-ാം അധ്യായത്തിൽ 13-ാം തിരുലിഖിതം, അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് അട്ടപ്പാടി ഇരിക്കുന്ന സമയത്ത് ദൈവജനത്തിൻ്റെ ഓരോ വേദനകളും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, കർത്താവേ ഇതിനെല്ലാം പരിഹാരമെന്ത്? കടബാധ്യതയുള്ളവരുണ്ട്, പരിഹാരമെന്ത്? ജോലി കിട്ടാത്തവരുണ്ട്, പരിഹാരമെന്ത്? രോഗം വന്ന് ചികിത്സിക്കാൻ പണമില്ലാത്തവരുണ്ട്, ചികിത്സിച്ച് രോഗം എന്തെന്ന് കണ്ടുപിടിക്കാൻ പോലും പറ്റാതെ ലേക്ക് ഷോറിലേക്കും വെല്ലൂരിലേക്കും പോയി വിഷമിക്കുന്നവരുണ്ട്, പരിഹാരമെന്ത്? അതുപോലെ കുടുംബക്കാരൊക്കെ മക്കൾ താന്തോന്നികൾ, പരിഹാരമെന്ത്? ഭർത്താക്കന്മാർ മദ്യപാനത്തിന് പോയിരിക്കുകയാണ്, പരിഹാരമെന്ത്? ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോഴാണ് ലേവ്യരുടെ പുസ്തകം 26:13 എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ വചനഭാഗം നമുക്ക് വായിക്കാം. നിങ്ങൾ ഈജിപ്തുകാരുടെ അടിമകളായി തുടരാതിരിക്കാൻ അവരുടെ ദേശത്ത് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാൻ. നിങ്ങൾ നിവർന്ന് നടക്കേണ്ടതിന് നിങ്ങളുടെ നുകത്തിൻ്റെ കെട്ടുകൾ ഞാൻ പൊട്ടിച്ചു. നുകത്തിൻ്റെ കെട്ടുകൾ പൊട്ടിക്കുന്ന ദൈവമാണ് ബൈബിളിലെ ദൈവം. നമ്മുടെ അശ്രദ്ധ കൊണ്ട്, നമ്മുടെ ഒരു പ്രത്യേക സ്വഭാവം, ചെറുപ്പം തൊട്ട് 4-ാം ക്ലാസ്സിൽ തൊട്ട് മദ്യപാനത്തിൽ പോയൊരു കാര്യം പറഞ്ഞു. നമ്മുടെ ചില സാഹചര്യങ്ങൾ കൊണ്ടോ, അശ്രദ്ധ കൊണ്ടോ, ചില താന്തോന്നിത്വം കൊണ്ടോ, ചില പ്രത്യേക അവസ്ഥകൾ കൊണ്ട്, പ്രകൃതങ്ങൾ കൊണ്ടോ ചില ബന്ധനങ്ങൾക്ക് നമ്മൾ അടിമപ്പെട്ടിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാലത്ത് അങ്ങനെ പോയി. ഇനി അങ്ങനെ ഇരിക്കുകയല്ല ചെയ്യേണ്ടത്. വിടുവിക്കുന്നവനായൊരു ദൈവമുണ്ട്, വ്യത്യാസം വരുത്താൻ കഴിവുള്ള കർത്താവുണ്ട്. ആ കർത്താവിലേക്ക് തിരിച്ചു വരിക. ആ കർത്താവിന് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും വ്യത്യാസം വരുത്താൻ കഴിയും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ കർത്താവ്, ഞാൻ അട്ടപ്പാടി ഇരുന്ന് ഈ ജനത്തിൻ്റെ വേദന ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്കന്ന് ബോധ്യമാണ്, നിങ്ങൾ നിവർന്ന് നടക്കേണ്ടതിന്
നിങ്ങളുടെ കഴുത്തിലെ നുകത്തിൻ്റെ കെട്ടുകൾ ഞാൻ പൊട്ടിച്ചു. നമ്മുടെ കടബാധിത കെട്ടുകൾ പൊട്ടിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവാണ് ബൈബിളിലെ കർത്താവ്. പഠിച്ച് തുന്നം പാടി തോറ്റ് തുന്നം പാടി ഒരു വസ്തുവിനും കൊള്ളാത്ത, ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തതായി തീർന്നിരിക്കുന്ന ഒരു കുട്ടിയാണോ നീ? നിൻ്റെ ജീവിതത്തെ എല്ലാവരും ശ്രദ്ധിക്കുന്ന നല്ലവിധ ഉയർച്ചയുള്ളൊരു കുട്ടിയാക്കാൻ നിൻ്റെ ദൈവത്തിന് ആഗ്രഹമുണ്ട്, നിൻ്റെ ദൈവത്തിന് സാധിക്കും. അതുപോലെ ബിസിനസ് തകർന്ന് പരാജയപ്പെട്ട് കടബാധ്യത മൂടി ആർക്ക് രക്ഷിക്കാൻ പറ്റാത്ത സ്ഥിതിയാണോ? വ്യത്യാസപ്പെടുത്തി നല്ല ഒരു ലെവലിൽ നിന്നെ ഈ പട്ടണത്തിൽ നിലനിർത്താൻ നിൻ്റെ ദൈവമായ കർത്താവിന് സാധിക്കും. ഓരോ മനുഷ്യനും അവരായിരിക്കുന്ന സാഹചര്യങ്ങളിൽ പലതരത്തിലുള്ള നുകങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുകയാണ്. മദ്യപാനം അതൊരു നുകമാണ്. കഞ്ചാവ് ഉപയോഗിക്കുന്നത് അതൊരു നുകമാണ്. അല്ലെങ്കിൽ പ്രത്യേക തരത്തിൽ കോപ സ്വഭാവം അതൊരു നുകമാണ്. സ്കൂളിൽ പോയി പഠിക്കുന്നില്ല, അങ്ങനെ ഉഴപ്പി തെമ്മാടിയായി നടക്കുന്നു, അതൊരു നുകമാണ്. അങ്ങനെ എല്ലാ തരത്തിലുള്ള ദൈവവചന വിരുദ്ധമായ അന്ധകാരത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും വ്യത്യാസപ്പെടുത്താൻ നമ്മുടെ ദൈവമായ കർത്താവിന് കഴിയും. ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഹല്ലേ ലുയ്യ, ഹല്ലേ ലുയ്യ, ഹല്ലേ ലുയ്യ. യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായി ഒരു 3-4 മേഖലകളിലാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദുരിതം അനുഭവിക്കുന്നത്. നുകങ്ങൾ നാം വഹിക്കുന്നത് പ്രധാനമായിട്ടൊരു 3-4 മേഖലകളിലാണ്. ഒന്നാമതായി നമ്മുടെ ആത്മാവിൻ്റെ മണ്ഡലത്തിൽ നുകങ്ങൾ വയ്ക്കപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു സ്വയംഭോഗത്തിന് അടിമയായ വ്യക്തി, ആ വ്യക്തിക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട്, എന്നാൽ സാധിക്കുന്നില്ല. വർഷങ്ങളായി അതിൻ്റെ അടിമത്തത്തിൽ കിടക്കുകയാണെങ്കിൽ മകനെ, മകളെ, നീ ഇപ്പോൾ ഒരു നുകത്തിൻ്റെ അടിയിലാണ് ഇരിക്കുന്നത്. അതിൽ നിന്ന് നീ അതിനെ ന്യായീകരിച്ചിട്ട് അവിടെ അങ്ങോട്ട് മുമ്പോട്ട് പോയി നീ തീനരകത്തിൽ പോയി വീഴും. അങ്ങനെയല്ല നീ ചെയ്യേണ്ടത്. നീ നിന്നെ സൃഷ്ടിച്ചവനായ ദൈവത്തിൻ്റെ അരികിലേക്ക് നിൻ്റെ ആ ദുഃഖഭാരവുമായി വരണം. ഈ നുകം നീ എടുത്തു നോക്കാൻ മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ നീ നിൻ്റെ ദൈവമായ കർത്താവിലേക്ക് വരണം. എന്നിട്ട് പറയണം, കർത്താവേ, എൻ്റെ ഈ നുകം എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല. മദ്യപാനം, കഞ്ചാവ്, തഴക്കദോഷങ്ങൾ, ദുശീലങ്ങൾ, ഒരുപാട് ആത്മാവിൽ ചങ്ങല വീണ ജീവിതങ്ങളുണ്ട് സഹോദരങ്ങളെ. ഒരാൾക്കും ആഗ്രഹമുണ്ട്, രക്ഷിക്കാൻ പറ്റുന്നില്ല. ആത്മാവിൽ ചങ്ങല വീണ ജീവിതങ്ങളാണത്. ഒന്ന് സന്ധ്യാപ്രാർത്ഥന ചെയ്യാൻ ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. ദേവാലയത്തിൽ പോകാൻ ആഗ്രഹമുണ്ട്, സാധിക്കുന്നില്ല. വിശ്വസിക്കാൻ ആഗ്രഹമുണ്ട്, വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഹൃദയം കരിമ്പാറ പോലെ കഠിനമായി പോയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അവിടുന്ന് നിൻ്റെ നുകം തകർത്ത് കളഞ്ഞ് നിന്നെ വീണ്ടും അഞ്ജനക്കല്ലുകൊണ്ട് പടുത്തുയർത്തുന്നവനായ ഒരു ദൈവം ബൈബിളിൽ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ ദൈവത്തിൻ്റെ പേരാണ് സൈന്യങ്ങളുടെ കർത്താവ്. ഉറക്കെ പറയാം, ഹാലേ ലുയ്യ. ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഹാലേ ലുയ്യ, ഹാലേ ലുയ്യ. അതുകൊണ്ട് ഈ രാത്രി ഇവിടെ ഇരിക്കുന്ന നിരവധി വ്യക്തികളുടെ ഹൃദയത്തിൽ വേദനയുണ്ട്. നാളുകളായി രക്ഷപ്പെടാൻ പറ്റാത്ത ചില പാപബന്ധനങ്ങൾ, ആത്മാവിൽ വീണ ചങ്ങലകൾ, ആത്മാവിൽ അവിശ്വാസം, യുക്തിചിന്തയുടെ ആധിപത്യം, നിരീശ്വര ചിന്ത, ദൈവനിഷേധം, താന്തോന്നിത്വം, വഷള സ്വഭാവം, മൂഢത, എതിർപ്പ്, മദ്യപാന ആസക്തി, ദുർമോഹങ്ങൾ, ദുരാസക്തി, തെറി പറയുന്ന ശീലം, ഷാപ്പിലേക്ക് പോകുന്ന രീതികൾ, ധനമോഹം, ദ്രവ്യാഗ്രഹം, ഒരുപാട് മണ്ഡലങ്ങൾ. അതൊക്കെ വേണ്ടാന്ന് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്, സാധിക്കുന്നില്ല. പക്ഷെ ദൈവത്തിന് നിന്നെ വ്യത്യാസപ്പെടുത്താൻ കഴിയും. ഉറക്കെ പറഞ്ഞേ, ഹല്ലേ ലുയ്യ, ഹല്ലേ ലുയ്യ. യേശുവേ ആരാധന. ഡേവീസ് എന്ന് പറഞ്ഞ മകൻ, ആ മകൻ്റെ പ്രത്യേകത, തൃശ്ശൂരിൽ നിന്നാണ് ഡേവീസ്. ആ മകൻ്റെ പ്രത്യേകത എങ്ങനെയാണ്? ആ മകന് മദ്യപാനം അങ്ങോട്ട് തുടങ്ങിയിട്ട് ആ മകന് ഈ ഇന്ത്യയിലെ ചികിത്സിക്കാവുന്ന എല്ലാ സ്ഥലങ്ങളിലും കൊണ്ട് ചികിത്സിച്ചു, എന്നാൽ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. പെങ്ങന്മാരുണ്ടായിരുന്നു. ഓരോ പെങ്ങന്മാർ മാറി മാറി, ഒരാൾ ഭോപ്പാലിലേക്ക് കൊണ്ടുപോയി, ഒരാൾ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയി, ഒരാൾ മംഗലാപുരത്തേക്ക് കൊണ്ടുപോയി, ഒരാൾ പൈങ്കുളത്തേക്ക് കൊണ്ടുപോയി. ഇങ്ങനെ മാനസിക രോഗാശുപത്രികളും ചികിത്സ, മദ്യപാനത്തിൽ നിന്ന് വിടുവിക്കുന്ന ചികിത്സാ കേന്ദ്രങ്ങളായ എല്ലാ സ്ഥലങ്ങളും ഈ പെങ്ങന്മാർ കൊണ്ടുപോയി. ഒരാൾക്ക് രക്ഷിക്കാൻ പറ്റുന്നില്ല. ഹല്ലേ ലുയ്യ. ഉറക്കെ പറഞ്ഞേ, ഹല്ലേ ലുയ്യ, പ്രൈസ്. അങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ അമ്മ ദൈവത്തിൽ ശരണമുള്ള അമ്മയാണ്. ആ അമ്മ പറഞ്ഞു, നിന്നെ ഞാൻ എങ്ങോട്ടും കൊണ്ടുപോകണില്ല എന്ന് പറഞ്ഞ് ഇതേമാതിരി വചനം പ്രഘോഷിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് ഈ ഡേവിസിനെ കൊണ്ടുവന്നു. ആ ഡേവിസ് ആ കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഇരുന്ന് യേശുവേ എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ വിശുദ്ധ ജലം തളിച്ച് വെഞ്ചിരിപ്പ് ശുശ്രൂഷയുണ്ട്. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പിശാചെ വിട്ടുപോ എന്നൊക്കെ പറഞ്ഞുള്ള ഡെലിവറൻസ് ശുശ്രൂഷകളും വെഞ്ചിരിപ്പും അതിൽ ഈ ഡേവിസ് പങ്കെടുത്തു. ആ ഡേവിസ് പറയുകയാണ്, പിന്നീട് ആ ഒരു ശുശ്രൂഷയിൽ പങ്കെടുത്ത് തിരിച്ചു പോയി. പിന്നീട് ഒരിക്കലും അത് ഒരു വർഷം പിന്നെ 3 വർഷം കഴിഞ്ഞിട്ടാണ് ഡേവിസിനെ കാണുന്നത്. കാരണം ഡേവിസിന് അറിയാം ചെറുപ്പത്തുള്ള സ്വഭാവം. അതുകൊണ്ട് 1 വർഷം കുടിക്കാതിരുന്ന് സാക്ഷ്യപ്പെടുത്തില്ലെന്ന് അദ്ദേഹം തീർച്ചപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 3 വർഷം
അദ്ദേഹം നോക്കിയിട്ട് പിന്നെ അദ്ദേഹത്തിന് മദ്യപിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം 3 വർഷത്തിന് ശേഷം തിരിച്ചു വന്ന് അട്ടപ്പാടി വന്ന് സാക്ഷ്യപ്പെടുത്തി. പിന്നെ അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു തിന്മയ്ക്ക് പോകേണ്ടി വന്നിട്ടില്ല. ഇന്ന് അദ്ദേഹം പ്രേക്ഷിതനാണ്. ധാരാളം ജപമാലകൾ വാങ്ങിച്ചു കൊടുക്കും, അനേകം പേർക്ക് ബൈബിൾ വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ ഇന്ന് അദ്ദേഹം സ്വർണ്ണമാല ഇടുന്നു. 2 കാറ് വാങ്ങിച്ചു, മദ്യപിക്കുന്ന കാശ് കൊണ്ട് 2 കാറ് വാങ്ങിച്ചു, സ്വർണ്ണമാല വാങ്ങിച്ചു, ഭാര്യയ്ക്ക് സ്വർണ്ണം വളയിച്ച കൊലുസൊക്കെ വാങ്ങിച്ചു കൊടുത്ത് എല്ലാ വിധത്തിലും കുടുംബം ഇന്ന് സന്തോഷത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം പറയുന്നത് 26 വർഷം തകർന്ന ജീവിതമാണ്, നഷ്ടപ്പെട്ട ജീവിതമാണ്. ദൈവം എന്നെ ഒന്നും കൂടെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹം ഇന്ന് ദൈവത്തിൻ്റെ ശുശ്രൂഷകനായി ജീവിക്കുകയാണ്. ഉറക്കെ പറയാം ഹല്ലേലൂയ.